ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ സാന്റോസ് 2-1 മക്കാറ എന്ന ടീമിനെ തോൽപ്പിച്ചു. റൗണ്ട് ഓഫ് 60 മത്സരമായിരുന്നു. നെയ്മർ ജൂനിയർ ഇരട്ട അസിസ്റ്റുകളുമായി തിളങ്ങിയ മത്സരമായിരുന്നു അത്. ഇരട്ട അസിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ അസിസ്റ്റ് വേൾഡ് ക്ലാസ് ടോപ്പ് നോച്ച് അസിസ്റ്റ് ആയിരുന്നു. ഈ അടുത്തൊന്നും നെയ്മറിൽ നിന്ന് ഇതുപോലെ ഒരു കിടിലൻ അസിസ്റ്റ് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇന്നത്തെ മത്സരം കണ്ടവർക്ക് അറിയാം ആ അസിസ്റ്റിന്റെ വാല്യൂ എത്രത്തോളാണെന്ന്. മത്സരശേഷം മക്കാറ ടീമിന്റെ കോച്ച് നെയ്മറെ കുറിച്ച് വാനോളം പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ്. മക്കാറ കോച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ജയത്തിന്റെ തൊട്ടരികെയായിരുന്നു. തൊട്ടടുത്ത നിമിഷം പന്ത് ഞങ്ങളുടെ വലയിൽ കയറി. നെയ്മർ നൽകിയ ഒരു അത്യുജ്വലം പാസ് ആ കളിയെ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ. പിന്നെ അദ്ദേഹം പറയുന്നു, നെയ്മറുടെ ആ പാസ്സൊക്കെ കണ്ടപ്പോൾ ശരിക്കും മറ്റുള്ള പ്ലേയേഴ്സൊക്കെ കളിക്കുന്നത് ഫുട്ബോൾ തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇത്ര അധികം വർണ്ണിച്ച് പറയുകയാണ് നെയ്മർ ജൂനിയറെ കുറിച്ച്. ഇതൊക്കെ കേൾക്കുമ്പോൾ നെയ്മർ ജൂനിയർ ആരാധകർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് വേറെ ലെവൽ തന്നെയാണ്. എതിർ ടീമിന്റെ ഒരു കോച്ചാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, സ്വന്തം ടീമിന്റെ കോച്ചല്ല പറയുന്നത്, എതിർ ടീം കോച്ച് വാനോളം പുകഴ്ത്തുകയാണ്. കാരണം ഇന്നത്തെ മത്സരം കണ്ട എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചതെന്ന്. ആദ്യ നിമിഷങ്ങളിൽ 5-ാം മിനിറ്റിൽ തന്നെ മക്കാറ ലീഡ് ഉയർത്തി. പിന്നീട് അങ്ങോട്ട് സാന്റോസ് ഒന്ന് പതിയെ കളിച്ചു തുടങ്ങിയെങ്കിലും ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരെണ്ണം തിരിച്ചടിച്ചാലേ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് മനസ്സിലാക്കിയ സാന്റോസ് നെയ്മറിന്റെ ചിറകിലേന്തി ഒരു മനോഹരമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അങ്ങനെ 36-ാം മിനിറ്റിൽ ഒരു കിടിലൻ അസിസ്റ്റ്, ഇതുപോലെ ഒരു പാസ് എതിർ ടീമിന്റെ ഒരു ഡിഫൻഡർ പോലും പ്രതീക്ഷിക്കാത്ത പോയിന്റിലേക്കാണ് നെയ്മർ എത്തിച്ചു കൊടുക്കുന്നത്. ബാർബോസയ്ക്ക് ഫിനിഷ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം കൂളായി ഫിനിഷ് ചെയ്യുന്നു, 1-1 സമനില പിടിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ വീണ്ടും നെയ്മർ മാജിക് കോർണറിൽ നിന്ന് വീണ്ടും ഒരു അസിസ്റ്റ്, 2ാം ഗോൾ നേടുന്നു. അങ്ങനെ 2-1 സാന്റോസ് വിജയിച്ച് കയറുന്നു. ഇത് വെറും ലെഗ് 1 ആയിട്ടുള്ളൂ, ലെഗ് 2 ബാക്കി കിടക്കുന്നു. അടുത്ത ആഴ്ചയാണ് മത്സരം. സോ നെയ്മറുടെ മാജിക് വീണ്ടും നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും എതിർ ടീം കോച്ച് ആദ്യമായിട്ടൊന്നല്ല നെയ്മറെ കുറിച്ച് പറയുന്നത്. ഇതിനു മുമ്പും പല കോച്ചുമാരും നെയ്മർക്കെതിരെ കളിച്ചപ്പോൾ ഇതേപോലെ എന്താ പറയാ പുകഴ്ത്തി വർണ്ണിച്ച് അവർക്ക് പറ്റാവുന്നത്തോളം അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയ്ക്കധികം ടാലന്റ് ഉള്ള ഒരു മനുഷ്യനാണ് നെയ്മർ. നമുക്കെന്താ പറയാ, നെയ്മറുടെ ആ പഴയ ഒരു ശൈലി മിസ് ചെയ്തു എന്ന് നമ്മൾ പലവരും പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നത്തെ മത്സരം കണ്ടവർക്കറിയാം എവിടെയും പോയിട്ടില്ല. ആ പ്രൈം ടൈം നെയ്മറിലെ പല സ്കിൽസും ഇന്നും അവശേഷിക്കുന്നുണ്ട്. അത് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് എടുത്ത് കാണാൻ സാധിച്ചു. സോ ലെറ്റ്സ് ഹോപ്പ് ഇനിയും തുടർ മത്സരങ്ങളിൽ നെയ്മർ ഈ ഫോം തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.